ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കമൻറ്റ് ഇട്ടാൽ പോലും സ്റ്റാർ മാജിക്കിൽ നല്ല കോമഡി കാണിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുക, അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് ഇവനെ നമ്മൾ ആ ഷൂട്ടിൻ്റെ അന്ന് വെച്ച് കണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. അതെന്താണ്? അത് ആ ഷൂട്ടിങ്ങിൻ്റെ അന്ന്. ഇതിന് ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു ഷൂട്ടിങ്ങിന് സമയത്ത് ഇവൻ ലക്ഷ്മി നക്ഷത്രയുടെ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വന്നു. അപ്പോൾ ഞാൻ ഇവനയുടെ ഞങ്ങളുടെ റൂമുണ്ട്, ആ റൂമിൽ ഇരുന്ന് ഞാൻ എൻ്റെ പൊന്നു ജിനീഷെ, കാരണം എനിക്ക് അവിടെ അലറാനും അട്ടഹസിക്കാനും ഇടിക്കാനുള്ള സംഭവമൊന്നും ഇല്ല. എൻ്റെ പുറത്ത് ഇതിന് ഡയറക്ടർ, ഇത്രയും ക്യാമറ ക്രൂവ്, അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ, ലക്ഷ്മി നക്ഷത്ര ലേഡീസിൻ്റെയൊക്കെ റൂം തൊട്ടടുത്തടുത്ത്. ഞാൻ അവിടെ തിട്ടച്ച് ഒരാളെ ഇടിക്കണമെങ്കിൽ ഞാൻ ആ മേക്കപ്പിൽ നിൽക്കുന്നു, അവിടുത്തെ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നു. ഒരാളെ ഞാൻ പൊട്ടനാണോ? ഞാൻ ഒരാളെ ചവിട്ടി കൂട്ടി നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചെന്നൊക്കെ പറയാം. അവനെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ അവനെ ആംബുലൻസിൽ കൊണ്ടുപോകണം അല്ലേ, പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ. അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ട് ഞാനോർത്തു ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് കാണിക്കുന്ന പറഞ്ഞാൽ തന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം. ഇതിക്ക് മുമ്പ് വേറെ സംഭവം ഉണ്ടായി. എന്നെ എനിക്ക് പേടിയുണ്ട്, പുള്ളി എന്നെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ നോർത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് എന്നെ വിളിച്ചു, നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചിട്ട്, എന്താ ബിനു ഇയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന്, എന്താ കാര്യം? ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മുമ്പിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. അവനൊരു അക്ഷരം മിണ്ടിയില്ല. വാദി പ്രതിയായി സർക്കിൾ സാറോ SI സാറോ പറഞ്ഞു, ആ പറഞ്ഞത് നന്നായി, സ്റ്റേഷനിൽ ബുക്കിനകത്ത് എഴുതി വെച്ചു, ഇനി ഞാൻ ബിനു അടിമാലിയെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ചതിൻ്റെ കോപ്പിയുണ്ട്. ഇനി ഞാൻ ബിനു അടിമാലിനെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന്. അത് നോർത്ത് സ്റ്റേഷനിലാണ്. ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരാവകാശം വേണമെങ്കിൽ അങ്ങനെ കിട്ടില്ലേ? പിന്നെ കിട്ടുമല്ലോ. ചോദിച്ചോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നു, ഈ സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ വാർത്ത ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണേ, വിവരാവകാശം വെച്ചേക്കണത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് ഈ എനിക്കെതിരായിട്ട് ഇവൻ കൊടുത്ത പരാതിയിൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് എങ്കിൽ നിങ്ങൾ പറ. നിലവിൽ അങ്ങനൊരു സംഭവമില്ല. 9 ലക്ഷം രൂപ എന്നോട് പല ആളുകളെ കൊണ്ടും വിളിപ്പിച്ച്. ഈ ജിനീഷിന് വേണ്ടി ആളുകൾ ആരാണ് വരുന്നത് ഈ ഒത്തുതീർപ്പാക്കുന്നൊക്കെ പറഞ്ഞു? ഇല്ല, ഓരോരുത്തർ വിളിക്കുക ഒത്തുതീർപ്പാക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഈ മറ്റേ ഈ ജിനീഷും ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയം, എൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് നല്ല പരിചയമാണ്. പക്ഷെ പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും അവൻ്റെ പരിചയക്കാരനെ അങ്ങനെ കൂട്ടുന്നിട്ടൊന്നുമില്ല. ഈ അനൂപ് ജോൺ അങ്ങനെ കൂട്ടുനിന്ന് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, ബിനുവിനെ അവനെ ആരും അറിയില്ല, ബിനു അടിമാലിനെ 10 മനുഷ്യരറിയണം. ഇവൻ ഇതുപോലെ അപകീർത്തിപ്പെടുത്തി എന്തെങ്കിലും ചെയ്താൽ മാനം പോണ നമ്മുടെ ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കുകയാണെങ്കിൽ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഡയറക്ടറും വേറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഇവൻ നാറ്റിക്കും എന്ന് പറയാം. അപ്പോൾ ആ സുഹൃത്തുക്കൾ എന്നോട് പറയാ, ബിനിച്ചേട്ടൻ ഇത്രയും നാളുണ്ടാക്കിയ പേര് അവനായിട്ട് കളയും. ഞാൻ പറഞ്ഞേ, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, അവനെ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവൻ്റെ ഒരു തോളത്ത് തട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ ഞാനെങ്ങനെ പറയും? അപ്പോൾ തെറ്റുകാരനാവുമല്ലോ. അപ്പം ഞാൻ തെറ്റുകാരനായില്ലേ? ഞാൻ എങ്ങനെ പറയും? അവൻ അപകീർത്തിപ്പെടുത്തിയാലും വേണ്ടില്ല, അവൻ്റെ മുമ്പിൽ ചെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ തോളത്ത് കെട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റും. ഞാൻ അബദ്ധം ചെയ്തിട്ടില്ല, ഞാൻ പറയില്ലെന്നോ പറഞ്ഞു. അപ്പോൾ അവൻ പലരെ കൊണ്ടും 9 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കണമെന്ന് അവൻ പറയണേ. പാലാരിവട്ടം സ്റ്റേഷനിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കണം. ചോദിച്ചിട്ട് അതും വരണം, ഇതേപോലെ ചാനലിൽ അതും വരണം. ഞാൻ ചോദിക്കും. പാലാരിവട്ടം ഇവൻ കേസ് കൊടുത്ത എല്ലാ സ്ഥലത്തും, ആലുവ സൈബർ സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചാലും കൃത്യമായ റിപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും. ചോദിച്ചോ. ഞാൻ വന്നത് കലാകാരനായിട്ടാണ് വന്നത്, ഞാൻ ക്രിമിനലായിട്ടല്ല വന്നത്. ഞാൻ ഒരാളെയും എൻ്റെ ഈ കൈ വെച്ച് ഞാൻ ഇടിച്ചിട്ടില്ല. ഈ കൈ വെച്ച് ഇടിച്ച് അങ്ങനെ എത്ര വർഷത്തെ പരിചയമുണ്ട്. ഇത്ര വർഷം എൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിലും
ഞാനിത്ര ക്രിമിനലാണെങ്കിൽ ഒരു കേസെങ്കിലും എൻ്റെ പേരിൽ വരണ്ടേ? പിന്നെ എന്താണ് ബിനു ഇങ്ങനെ വട്ടമിട്ട് ബിനുവിനെ ഉപദ്രവിക്കുന്നത്? എന്നെ സൈബർ ആക്രമണം ഇവൻ്റെ കെയർ ഓഫിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു സംഭവം മതി, ഭയങ്കര അല്ലേ? ഈ ബിനുവിനെതിരെ ഇരുന്ന കമന്റുകളെല്ലാം ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവൻ തീർച്ചയായിട്ടും ഫേക്ക് ഐഡി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ എന്ത് ആർക്ക് ഉപദ്രവം ചെയ്യണേ? സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ഞാനൊക്കെ ആയിട്ടുള്ള ബന്ധം, സുധി എൻ്റെ ഒരു ആത്മബന്ധം എന്ന് വെച്ചാൽ സുധി ഒരു സ്റ്റാർ മാജിക്കിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ആരാകണം എന്ന്. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർ പറഞ്ഞു എനിക്ക് ലക്ഷ്മി നക്ഷത്രമാവണം പെണ്ണുങ്ങളിൽ, എനിക്ക് ഡയറക്ടർ സാറാവണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ സുധി പറഞ്ഞു എനിക്ക് ബിനു അടിമാലി ആയാൽ മതിയെന്ന്. അപ്പോൾ അത്രത്തോളം ആത്മബന്ധം അവനും ഞാനും ഉണ്ട്. അവൻ്റെ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴും എല്ലാവരോടും നമുക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. എൻ്റെയൊക്കെ അടുത്ത് അവൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അളിയാ വീട്ടിൽ എൻ്റെ ഈ ചെല്ലുന്ന പൈസ കൊണ്ട് കഴിയുന്നില്ല, ഒന്നും തികയുന്നില്ല. ഒരുപാട് അംഗസംഖ്യകളുണ്ട് അവൻ്റെ വീട്ടിൽ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്നാലും അവൻ മരിച്ചപ്പോഴും അവൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളാണ് ഞാൻ. അതേപോലെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ ഏകദേശം അറിയാവുന്നതും ഷെയർ ചെയ്യുന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷയമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ വേണ്ട കേട്ടോ എന്ന് പറയുകയും ചെയ്യും. അത്ര ആത്മബന്ധമുണ്ട്. അപ്പം ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ അവനിരുന്ന് എനിക്ക് പകരക്കാരനായിട്ട് അവൻ പോയി. ഇതൊക്കെ നമുക്ക് ബിസിനസ്സൊന്നുമല്ല. എന്തിന് ബിസിനസ്? നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ പോരെ, സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ. അതിനകത്ത് അപ്പുറത്തേക്ക് എന്തിനാണ് നമ്മൾ ഞാനിപ്പോൾ ഈ നിൽക്കണ ഏതെങ്കിലും എൻ്റെ കോമഡി ആയിട്ട് കൈയടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർ ഞാനത് ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല. ഞാൻ ബിസിനസ് ചെയ്തിട്ടുമില്ല. എനിക്ക് ഇത്രയൊക്കെ ആഗ്രഹമുള്ളൂ. പട്ടിണി കിടത്തരുത്, അല്ലാതെ പട്ടിണി കിടത്തരുത്, കുഴപ്പമില്ലാതെ അങ്ങ് ജീവിച്ചു പോകണം, അത്രയൊക്കെ നമ്മുടെ മനസ്സിലുള്ളൂ. അതല്ലാതെ എനിക്ക് ഭയങ്കര സെറ്റപ്പിലാകണം അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സിനിമയിലൊക്കെ ഭയങ്കര വലിയ നടനാണ്. ഞാൻ ചാൻസ് ചോദിച്ചു, അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അത്യാവശ്യം അരി മേടിക്കാനുള്ള വകുപ്പ് ഈ ചാനലും അതും ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവുക. ഇപ്പോഴും ഒരു ചോദ്യത്തിൽ നേരത്തെ ചോദിച്ചാൽ ഈ ജിനീഷ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്? ഈ സ്റ്റാർ മാജിക്കിൻ്റെ അകത്ത് എങ്ങനെ കയറി? സ്റ്റാഫല്ല, ആര് കൊണ്ടുവന്നു? ജിനീഷ് അവിടെ ഇപ്പോഴും കയറുന്നു. ഈ സംഭവം നടന്നപ്പോഴും കയറി, സംഭവം നടന്നപ്പോഴും ഉണ്ട്. എങ്ങനെ അകത്ത് കയറി? പുള്ളി അവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്. അത് ആര് വെച്ചിരിക്കുന്നതാണ്? ആരും വെച്ചതല്ല അത്. അങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ലില്ല, അത് അവരുടെ ഫ്ലോറിലേക്ക് കയറാൻ നമ്മുടെ ചാനലിൻ്റെ എന്തോ അല്ല, ഈ അനൂപ് ജോൺ സാറിൻ്റെ ആയിരിക്കും പരിചയമെന്നാണ് എനിക്ക്, ഡയറക്ടറുടെ പരിചയക്കാരനായിരിക്കും. അത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പരിചയമാണെന്ന് എനിക്ക് തോന്നണേ. അല്ലാതെ പുള്ളി നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഓർത്ത് അവിടുത്തെ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം പുറത്തുനിന്നുള്ളൊരു ഫോട്ടോഗ്രാഫ് ഒന്നിലെ അവിടെ കമ്പനി അറിഞ്ഞു വേണം, അല്ലെങ്കിൽ പറഞ്ഞ ഡയറക്ടർ അറിഞ്ഞു വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു വേണം. അങ്ങനെ ഒരാളിലെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ് കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കാം. ജിനു അവിടെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു, എല്ലാവരുമായിട്ട് ടൈപ്പ് ആവുന്നു, എന്നിട്ട് ബിനുവിനെതിരെ മാത്രം തിരിയുന്നു. ഇല്ല, അത് ഈ പ്രശ്നം എനിക്കെതിരായിട്ട് ഫേസ്ബുക്ക് പേജ് നോക്കുന്നു, യൂട്യൂബ് ചാനൽ നോക്കുന്നു, ഇപ്പൊ തങ്കച്ചന്റെ നോക്കുന്നു, നാളെ എന്താവുന്നു. തങ്കച്ചൻ എന്ത് പറഞ്ഞു ഇപ്പൊ ഈ സംഭവം ഉണ്ടായപ്പോ? തങ്കച്ചനോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഇവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അല്ല, ഇത്തരം വലിയ വിഷയം ഉണ്ടായപ്പോൾ തങ്കച്ചന്റെ ഒക്കെ പേജ് നോക്കുവാണ് പുള്ളി. ഇപ്പം പുള്ളി നോക്കുക, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല എന്താവുമെന്ന്. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം. ഈ സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റിയെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചില്ല? അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ വിഷയം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം അന്നും ഷൂട്ട് ചെയ്തല്ലോ. അന്ന് ഉച്ച കഴിഞ്ഞും ഈ ഷൂട്ടിങ് നടന്നില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത് ഇവൻ ഈ പറഞ്ഞ സംഭവം. ഇവനെ ഞാൻ റൂമിനായിട്ട് ചേർത്ത് വർത്താനം പറഞ്ഞു എന്നുള്ള സത്യസന്ധമായ കാര്യം. അത് പറഞ്ഞു, സത്യമായിട്ട് നമ്മൾ വർത്താനം. അത് ഇടിച്ചിട്ടില്ല. ഇടിച്ചാൽ ഞാൻ ഇവിടെ പിടിച്ച ഈ കോളറിൻ്റെ ഇത് ചുളിയും, ഇത് കീറും, ബട്ടൺസ് പൊട്ടും, നഖം കൊള്ളും, എൻ്റെ മേത്ത് അവൻ ഒരു പ്രാവശ്യം ഇടിക്കും. ഇതൊന്നും സംഭവിച്ചിട്ട് അത് സംസാരിച്ചു ഇവൻ ഇറങ്ങിപ്പോയി. അവിടെ സംസാരിച്ചു, അവൻ ഇറങ്ങി കൂളായിട്ട് നടന്നു തന്നെയാണ് പോയത്. അല്ലെ അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അത്രയും ക്രൂ ഉണ്ട്, അവൻ അവിടെ ഒച്ചെടുക്കാൻ പറ്റില്ല. മൂക്കത്തിടിച്ചു, അല്ല എന്നെ ഇടിച്ചു എന്ന് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അവിടെ എല്ലാവരും ഉണ്ട് താനും. എല്ലാവരും A to Z ആർട്ടിസ്റ്റുകൾ, ക്യാമറ ക്രൂ, കംപ്ലീറ്റ് കാര്യമുണ്ട്. അവൻ്റെ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇടിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അറിയാതെ നമ്മൾ ദേഷ്യം ഞാൻ കലിച്ചു നിൽക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇടിക്കും. ആ ഇടിക്കുമ്പോൾ ചുണ്ടെങ്കിലും പൊട്ടണ്ടേ, ഇല്ലെങ്കിൽ എനിക്കിട്ടൊരു ഇടി കിട്ടണ്ടേ. ഞാൻ പറയുന്നു,
ഏറ്റവും വലിയൊരു ദേവാലയത്തിന് മുമ്പിൽ അവൻ അവൻ്റെ മക്കളെയും കൊണ്ട് നിർത്തട്ടെ, ഞാനും നിർത്താം എൻ്റെ മക്കളെ. അതിൻ്റെ തലയിൽ തൊട്ടിട്ട് അവൻ സത്യം ചെയ്യട്ടെ, ഞാൻ അവനെ ഇടിച്ചെന്ന്, അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചെന്ന്. പ്രപഞ്ചത്തിലൊരു സത്യം ശക്തിയില്ലേ, അവൻ പറയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി ചെന്ന് നിൽക്കാം. എൻ്റെ മക്കളുമായിട്ട്, എനിക്ക് സുഖമില്ലാത്തൊരു കൊച്ചുണ്ട്, ആ കൊച്ചുമായി ഞാൻ പോയി നിൽക്കാം. ഞാൻ ആ കൊച്ചിൻ്റെ തലയിൽ നടക്കി നിന്ന് ഞാൻ സത്യം ചെയ്യാം, ഞാൻ തയ്യാറാണ്. എൻ്റെ സുഖമില്ലാത്ത കൊച്ചിൻ്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, അവൻ ചെയ്യട്ടെ. അവനവൻ നമ്മൾ ഈ മക്കൾക്ക് അന്നം കൊടുക്കാനുള്ള ഇതെല്ലാം ചെയ്യണേ, അവരുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വരരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് അവനെ ആ തൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള അവസ്ഥ അവൻ വന്ന് ചെയ്യട്ടെ. നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും അങ്ങനെ പറയരുത്. ബിനുവിൻ്റെ ജീവിതം തന്നെ കുട്ടികൾക്ക് അന്നം മേടിക്കാനുള്ള ജീവിതമാണ്. അല്ല, ബിനുവിൻ്റെ ഒരു യാത്ര തന്നെ എനിക്കറിയാം. ബിനുവിൻ്റെ പെൺകുട്ടിയെ എനിക്കറിയാം, അല്ലേ? ബിനു ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്, എവിടെയും കൊണ്ടു കിടക്കുന്നു. ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം ബിനുവിൻ്റെ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, അത് മാത്രം. എൻ്റെ മക്കളുണ്ട്, എനിക്ക് അവരെക്കുറിച്ച് ഒരു വ്യാകുലതയില്ല. ആമ്പിളേരിൽ ഇതിലേയും പോകും, വൈഫോ എന്തെങ്കിലും രീതിയിൽ ജീവിച്ചോളൂ. എൻ്റെ മോളുടെ കാര്യം എന്താണെന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖം അത്. ഞാൻ ആ മോളെ ഞാനിടണം. എനിക്ക് അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഒരു സിമ്പതി എനിക്ക് വേണ്ട. ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയണമെന്നല്ല. ഇതൊന്നും ഇല്ലെങ്കിലും മെക്കാട് പണി ചെയ്തിട്ടുണ്ട്. മെക്കാട് പണി നമ്മൾ കോമഡിക്ക് വേണ്ടി പറയുമല്ലോ, മെക്കാട് പണിയെന്ന്. ഞാൻ ചെയ്തിട്ടുള്ള അടിമാലിലുള്ള എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്കറിയാം. മെക്കാട് പണി ചെയ്ത് കൈയൊക്കെ തുളഞ്ഞ്, സിമെൻറ്റ് കൂട്ടി പിടിച്ച് കൈയൊക്കെ തുളഞ്ഞ്, ഈ ഇഷ്ടം പോലെ ചാന്ത് കൂട്ടി, ലിഫ്റ്റൊന്നുമില്ലല്ലോ, തലയെ ചോർന്ന് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് ചാന്ത് കൂട്ടിയിട്ട് കൊടുത്ത് മെക്കാട് പണി ചെയ്തിട്ടുണ്ട്. ഹൗസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമാ നടനായിട്ട് വന്നതൊന്നുമല്ല. കുരുമുളക് പറിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ, പല പറമ്പുകളിലും. അങ്ങനെ ജീവിച്ച് വളർന്നവനാ. ഇപ്പോഴും ആ മനസ്സും ആ ഓർമ്മയും കഞ്ഞിയും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും വണ്ടി കണ്ടു അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇതെങ്ങനെ തീർക്കും ഇനിയിപ്പോൾ? ഇതെങ്ങനെ തീരും? ഇപ്പം അവനെ കേസ് കൊടുത്തേക്കണം. ഈ കേസ് കൊടുത്തിട്ട് കോടതിയല്ലേ തീരുമാനിക്കണം. ഇനി കോടതിയിലാണ്. കോടതിയല്ലേ തീരുമാനിക്കണേ എന്താണെന്ന്. ആ കോടതിയിൽ കേസ് ഇരിക്കുമ്പോഴാണ് ഈ പണി ഇട്ടിരിക്കുന്നത്. എനിക്കറിയില്ല. വകുപ്പുകൾ ചോദിച്ചതോ? ഇല്ലില്ല. ഇനി ഇവനെ ഉപദ്രവിച്ച വകുപ്പൊക്കെ ആകുമ്പോൾ വലിയ കുറ്റങ്ങളാണ് വരുന്നത്. അത് പുള്ളി ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാലേ അവിടെ എഴുതി കൊടുത്തേക്കണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് തല്ലിയെന്ന് പറഞ്ഞപ്പോൾ അവർ പോലീസുകാർ പറഞ്ഞു തീർക്ക്, നിങ്ങളുടെ ഇത് അതിനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൃത്യമായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബിനുവെ സംബന്ധിച്ചിടത്തോളം ബിനു ചെയ്യാത്തൊരു കുറ്റത്തിന് ബിനുവിനെ ക്രൂശിക്കുന്നു, അല്ലേ?